നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകാത്ത വണ്ണം നിങ്ങളെ സൃഷ്ടിച്ച് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ഒരു മനുഷ്യൻ മുതൽ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളുടെയും ഉള്ളറകളെ വായിച്ചെടുക്കാനും അതിൻ്റെ രഹസ്യങ്ങളെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാനും കഴിയുന്ന അള്ളാഹു, നിങ്ങളുടെ പരസ്യങ്ങളും അറിയുന്ന അള്ളാഹു. വഹുവല്ലാ, അവനാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാഹു. അതുകൊണ്ട് വേറെ അല്ല ഉണ്ടാവരുത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാത്ത, നിങ്ങളെ സൃഷ്ടിക്കാത്ത, ഒന്നിനെയും സൃഷ്ടിക്കാത്ത, അതിൻ്റെ ഒരു പ്രവണതകളിലും പ്രവർത്തനങ്ങളിലും പങ്കുവഹിക്കാൻ കഴിയാത്ത ഒന്നിനെയും നിങ്ങൾ ഇലാഹായി കാണരുത്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ലഹുൽ ഹംദ്, അവനെ മാത്രം നിങ്ങൾ സ്തുതിക്കുക. വേറെ ഒന്നിനെ, അതൊക്കെ പിന്നെ വേറെ നമ്മൾ പറയേണ്ടതാണ്. ഹംദ് എന്താണ്, സുബ്ഹാൻ എന്താണ്, തഹ്ലീൽ എന്താണെന്നൊക്കെ അത് പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാൻ ശ്രമിക്കാം. നിങ്ങൾ വാഴ്ത്തുന്നുവെങ്കിൽ, സ്തുതിക്കുന്നുവെങ്കിൽ, ഫിലൂലാ വൽ ആഖിറ, ആദ്യത്തിലും അവസാനത്തിലും ഇന്ന ആളാണ്, അയാളെ കൊണ്ടാണ്, അവരെ കൊണ്ടാണ്, അവരെയാണ് ഇതിന് നമ്മൾ വാഴ്ത്തേണ്ടത്, സ്തുതിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വ്യക്തികൾ മുതൽ, കൂട്ടങ്ങൾ മുതൽ, സംഘങ്ങൾ മുതൽ, പാർട്ടികൾ മുതൽ, രാഷ്ട്രങ്ങളെ വരെയൊക്കെ നമ്മൾ സ്തുതിക്കും. ഇതൊന്നും ഒരു കാര്യമില്ല. അതാണല്ല പറയണത്. ആദ്യത്തിലും അവസാനത്തിലും നിങ്ങളുടെ സ്തുതിയും നിങ്ങളുടെ കീർത്തനങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാഹുവാ. വലഹുൽ ഹുക്ം, അധികാരം അവൻ തന്നെയാണ്. നിങ്ങൾക്കൊരു അധികാരം അല്ല തന്നിട്ടില്ല. ഹുക്മ് എന്നുള്ളതും നന്നായിട്ട് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. എന്തെങ്കിലും നിലക്ക് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു അധീശത്വം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അതിൻ്റെ അവസാന ഘട്ടം വരെ അതിനെ ആ ഒരു സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. പ്രപഞ്ചം മുഴുവൻ അധികാരം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വലകുൽ ഹുക്മു, എല്ലാ അധികാരവും അത്